بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിലെ പല തിരക്കുകളുമൊക്കെ മാറ്റിവെച്ച് നമ്മളെ തൊഴിലും അധ്വാനവും ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം നമുക്ക് അവധി ലഭിക്കുമ്പോൾ അല്പസമയം മഗ്‌രിബ് നമസ്കാരവും കഴിഞ്ഞ് ഈ ദീന് കേൾക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഉത്സാഹം, ഈ ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ആളുകൾക്കാണ് ഇത്തരം സംസാരങ്ങളോട് താല്പര്യവും ഇത്തരം സദസ്സുകളോട് ഇഷ്ടവും എന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മൾ ഈ ഒരു സെന്ററിന്റെ കീഴിൽ ഒരുപാട് ക്ലാസ്സുകൾ നടന്നു പോകുന്നത് നമുക്കറിയാം. ഖുർആൻ ക്ലാസ്സുകൾ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ അധ്വാനം ചെലവിട്ട്, സമ്പത്ത് ചെലവിട്ട്, പല ആളുകളുടെ സമയവും ചെലവിട്ട് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായ ഒരു സ്ഥാപനമാണ്. വർഷങ്ങളായി ദുബൈയിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ദീനിന്റെ ഏറ്റവും നല്ല പ്രകാശത്തെ എത്തിച്ചു കൊടുക്കാൻ ഇതിന്റെ ഭാരവാഹികൾക്ക് സാധിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാ നന്മകളും നൽകട്ടെ. പക്ഷെ കാലക്രമേണ പലപ്പോഴും എല്ലാ ദവാ മേഖലയുടെ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലുള്ള ചില ക്ലാസ്സുകളൊക്കെ നിർജീവമാകുന്നതും ചില സമയങ്ങളിൽ സജീവമാകുന്നതും, ചില പ്രഭാഷകർ വരുമ്പോൾ മാത്രം സജീവതയും അല്ലാത്തപ്പോൾ നിർജീവതയും ഒക്കെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനമാണ്. അപ്പൊ ആളുകൾ വരിക, ആളുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനുമൊക്കെ നൽകുന്ന പ്രാധാന്യങ്ങൾക്കനുസരിച്ചാണ്. ഒരിക്കലും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഒരു നേരത്തെ ആവേശത്തിന് വേണ്ടി കേൾക്കാനോ അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തിന് വേണ്ടി വന്നിരിക്കാനോ ഉള്ളതല്ല. അള്ളാഹുവിന്റെ കലാം അത് എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ വിമലീകരിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കേൾക്കാൻ വേറെ താല്പര്യം കാണിക്കുന്ന കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എല്ലാ ദിവസത്തെയും പോലുള്ള, എല്ലാ ആഴ്ചകളെയും പോലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്കറിയാം ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സുകൾ, മാഷാ അല്ലാഹ്, ഇന്നത്തെ ഫജ്ർ കഴിഞ്ഞ് ഉണ്ടായ ആ ഒരു സദസ്സ് കണ്ടപ്പോൾ തോന്നിയ സന്തോഷമാണ് ഖുർആൻ പഠനത്തെ സംബന്ധിച്ച് പറയണമെന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ആകട്ടെ ഇന്ന് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇന്ന് പ്രത്യേകമായിട്ട് സമകാലികമായ എന്തെങ്കിലും വിഷയം തിരഞ്ഞെടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇന്നത്തെ നമ്മുടെ അൽമനാർ സെന്ററിൽ, ദേര സെന്ററിൽ ഫജർ ക്ലാസ്സിന് ഞാൻ വന്നിട്ട് ഇവിടെ ഒരു വർഷത്തോളമായി. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും സാധിക്കുന്നു. വ്യത്യസ്ത ക്ലാസ്സുകൾ, ഖുർആനിന് മാത്രമായ തഫ്സീർ ക്ലാസ്സുകൾ നടക്കാറുണ്ട്, ഹദീസ് ക്ലാസ്സുകൾ നടക്കാറുണ്ട്. എത്രമാത്രം താല്പര്യം കാണിച്ച് അതിലേക്ക് വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ആ ഒരു സദസ്സിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാകും അല്ലെ? ആ ഒരു താല്പര്യം, അത് ദീനിനോടും ഈ ഒരു ഇൽമിനോടുമുള്ള അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹവുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പക്ഷെ ഇന്ന് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വന്ന ഞായറാഴ്ചകളിലെ പുലരികളിലെ ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ പങ്കെടുത്ത ഫജ്റിലെ തഫ്സീർ ക്ലാസ് ഇന്നായിരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞാല് ഞാൻ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു 38 ആൾക്കാരാണ്, അത് 35, 36 ആൾക്കാരാണ്. പക്ഷെ അതിൽ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥിരമായി വരുന്ന ഒരു 9ഓളം ആൾക്കാരൊന്നും അതിലില്ല. സ്ഥിരമായി വരുന്ന 9ഓളം ആളുകളില്ല. അപ്പൊ അവരും കൂടി വന്നിരുന്നെങ്കിൽ എത്രയായിരുന്നു അല്ലെ? അപ്പോ നമ്മൾ ചില ആളുകളിലേക്ക് ഇതിനെ എത്തിക്കുമ്പോൾ നമ്മൾ ആളുകളെ സംബന്ധിച്ച് അല്ലെ, നമ്മൾ മാത്രമല്ല ക്ലാസ്സിന് വരേണ്ടത്, വരുമ്പോൾ 1-2 ആളെയും കൂടി നമ്മളെ പറ്റുന്ന ആളുകളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സദസ്സുകൾക്ക് ഉണ്ടാവുന്ന ഒരു സൗന്ദര്യമുണ്ട് അല്ലെ? നമ്മുടെ ഖുർആൻ പഠന സംരംഭങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെ ഇനിയും പരമാവധി ജനകീയമാക്കാൻ, അല്ലെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഇതിനെത്തിക്കാൻ ഇവിടെ കൂടിയ, അതല്ലെങ്കിൽ ഇന്ന് കണ്ടോ എന്റെ നെഞ്ചിലൊരു മൈക്ക് ഞാൻ കുത്തിയിട്ടാ സംസാരിക്കണത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാനാ. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളെ ഇവിടെ സദസ്സുകളും ദർസുകളും ഇതിന്റെ ഭാരവാഹികൾ പോലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വേണ്ട വിധം ഇവിടുത്തെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താറില്ല. ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെയെങ്കിലും ആക്ഷേപിക്കാനോ ഉള്ള വർത്തമാനമല്ല. നേരെ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഉള്ള നമ്മുടെ ജനറൽ ബോഡിയിലുള്ള ആളുകൾ മുഴുവൻ വന്ന് ഇരിക്കുന്ന മാസത്തിലെ ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടായാൽ തന്നെ എത്ര സുന്ദരമായി, എത്ര ആളുകളിലേക്ക് അതിന്റെ ഒരു സൗന്ദര്യം കാണുമ്പോൾ, ആ ഒരു സദസ്സിന്റെ ഒരു ജനബാഹുല്യം കാണുമ്പോൾ, അതിന്റെ സ്വീകാര്യത കാണുമ്പോൾ ആഴ്ചകളിൽ നടന്നു വരുന്ന ക്ലാസ്സുകൾക്ക് ഒരു സജീവത വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഏതൊരു സദസ്സിന്റെയും ജീവൻ, റൂഹ് എന്ന് പറയുന്നത് അത് നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ പ്രസൻസ് ആണ്. നമ്മൾ ആ പ്രസൻസ് നമ്മൾ ഇവിടെ നൽകാൻ എത്രമാത്രം അധ്വാനവും എത്രമാത്രം ശ്രമവും നടത്തുന്നുവോ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് കേൾക്കാനാവട്ടെ ഇന്നത്തെ ഈ സംസാരം എന്ന നിലക്കാൻ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഹദീസുകളെയും ആയത്തുകളെയും ക്രോഡീകരിച്ചു വെച്ചത്. അതെന്റെയും നിങ്ങളുടെയും മനസ്സുകൾക്ക് വല്ലാത്ത സ്വാധീനം ഉണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദുബൈയിലുള്ള ദേരാ ഭാഗത്ത് അധിവസിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കാതുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി. അവർ കേൾക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾക്ക് അവൻ നൽകുന്ന അവന്റെ തൗഫീഖാണ്. അത് തട്ടിമാറ്റാൻ, അതല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കാൻ, അതിനോടൊരു പുറംതിരിഞ്ഞൊരു സ്വഭാവ മനോഭാവം കാണിക്കാൻ ആർക്കും അത്തരം ഒരു അവസ്ഥകളിലേക്ക് പോകരുത്. നേരെ മറിച്ച് പരമാവധി ഇതിനെ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന നിലക്കാവട്ടെ ഇന്നത്തെ സംസാരം. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. ഇതാ ഈ വേദഗ്രന്ഥം 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തീകരിച്ച അവന്റെ കലാമിന്റെ ശേഖരം അല്ലെ? ആ സംസാരത്തിനാണ് ഞായറാഴ്ചകളിലെ പുരലികളിൽ നമ്മളോട് വന്നുകൂടുന്നത്. ആ വാക്കുകൾ ഇഴകീറി ചർച്ച ചെയ്യാനാണ്. ഓരോന്നും കീറി മുറിച്ച് വാക്കർത്ഥങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ ആശയങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ, അത് ഞായറാഴ്ചകളിൽ മാത്രമല്ല, ദേരയിലെ അൽഫുത്തൈം മസ്ജിദിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇശാഇന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. അതിലും വിരലിലെണ്ണാവുന്ന ആളുകളാണ് പങ്കെടുക്കാറുള്ളത്. മാത്രമല്ല സെറൂനി മസ്ജിദിൽ ചൊവ്വാഴ്ചകളിലും തഫ്സീർ പഠനത്തിന് മാത്രമായി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്. ഈ കഴിഞ്ഞ അൽഫുത്തൈമിലെ ക്ലാസ്സിന് 1.5 മാസത്തിന്റെ ഒരു ഇടവേള കടന്നു വന്നു. കാരണം 6 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഔഖാഫിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന തശ്രീഹ് അത് പുതുക്കപ്പെട്ടില്ല, കുറച്ചൊന്ന് ലേഖായി. അതൊന്ന് താമസിച്ചപ്പോ ചില ആളുകൾ ഫോൺ വിളിക്കാറുണ്ട്, ഇന്ന് ക്ലാസ് ഇല്ലേ. ആ അവരുടെ താല്പര്യം കാണുമ്പോൾ
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ ഒരു മൈൻഡും ചെയ്യാതെ, ചിലപ്പോൾ ഒരു തിരക്കുണ്ടാവൂല, ജോലി കഴിഞ്ഞ് വന്നുണ്ടാവും, പക്ഷേ എന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കാത്തവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? അതിനെ പ്രത്യേക ലാബിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതികളോ ഒന്നും സ്വീകരിച്ചു പോരേണ്ടതില്ല. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നാൽ മാത്രം മതി. അതിനെ അറിയിച്ചു കൊടുക്കാൻ, അത് അറിയിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആർക്കെങ്കിലും ഇത്തരം വാചകങ്ങൾ, ഇത്തരം സംസാരങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നുള്ള നിലക്കാണ് റബ്ബ് പറയുന്നു, ഹാദാ കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാണ്. നമ്മൾ രാവും പകലും നമ്മുടെ അധ്വാനങ്ങൾ പലതിനും ചെലവഴിക്കുന്നു. രാവും പകലും പലതും നമ്മൾ ശേഖരിക്കാൻ ഒരുമിച്ച് കൂടുന്നു. അല്പസമയം അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ കിതാബിനെ സ്വീകരിച്ച് ആ കിതാബിലേക്കൊന്ന് കണ്ണും നട്ടിരുന്ന് ആ കിതാബിന് വേണ്ടി തന്റെ ആയുഷിന്റെ അല്പസമയങ്ങളെ ചെലവഴിച്ചാൽ റബ്ബ് പറയുന്നു, മുബാറക്കുൻ, ഏറ്റവും അനുഗ്രഹപൂർണമായ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അയാളുടെ ആയുസ് മുഴുവൻ മുബാറക്കാൻ, എല്ലാ ബർക്കത്തും നിറയുന്ന വിശുദ്ധ ഖുർആനാകുന്നു അള്ളാഹു നമുക്ക് സമ്മാനിച്ചതെന്നാൻ റബ്ബ് പറയുന്നു. ഫത്തബിഊഹു, ആ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റുക, വത്തഖൂ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. വിശുദ്ധ ഖുർആൻ വായിക്കുന്ന, വിശുദ്ധ ഖുർആന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആൾക്ക് അള്ളാന്റെ കാരുണ്യമാണ്. പടച്ച റബ്ബിന്റെ കാരുണ്യം അയാളിൽ സദാ വർഷിച്ചുകൊണ്ടേയിരിക്കും. ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് ഈ ഒരു വാചകം കേൾക്കുന്ന, സംസാരം കേൾക്കുന്ന ആളുകൾ തയ്യാറെടുക്കണമെന്നാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി, എന്റെ ഈ ദിക്റിനോട്, ഉത്ബോധനത്തോട് ആര് മുഖം തിരിച്ചോ, ഭൗതികമായ തിരക്കുകളിൽപ്പെട്ട് തന്റെ ആവശ്യങ്ങളും തന്റെ ഇച്ഛകൾക്കും അനുസരിച്ച് അയാൾ ജീവിക്കുന്നതിനുള്ളിൽ ഖുർആനിക പഠനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് അയാൾ മുഖം തിരിച്ചു കളഞ്ഞാൽ, ഫഇന്ന ലഹു മഈശതൻ ദൻക, അള്ളാന്റെ താക്കീദാൻ. സത്യനിഷേധികൾക്ക് അള്ളാഹു നൽകുന്ന താക്കീദിനെ പോലെ തന്നെ, കപട വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന താക്കീദിനെ പോലെ തന്നെ ഭൗതിക ജീവിതം കുടുസായിരിക്കും. ഭൗതിക ജീവിതം മാത്രമല്ല, ബർസഖും കുടുസായിരിക്കും. അത് കഴിഞ്ഞാൽ ആഖിറവും കുടുസായിരിക്കും. ഏറ്റവും നല്ല സുഖവും സുസ്ഥിരതയും സമാധാനവും വിശാലതയും വേണോ? ഖുർആനെ നെഞ്ചോട് ചേർക്കണമെന്നാണ്. അപ്പൊ ഖുർആൻ പഠിതാക്കൾക്ക് എത്ര വലിയ ആശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സമ്മാനിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുന്ന സമയത്ത് ഇറാഖിൽ നിന്ന് വലിയ വസ്ത്രങ്ങളുടെയും ഭക്ഷണങ്ങളുടെയും കൂമ്പാരം ഒട്ടകപ്പുറങ്ങളിൽ ഇങ്ങനെ തുരുതുരാ കടന്നു വരുന്നൊരു രംഗം വിശുദ്ധ ഖുർആൻ ഫബിദാലിക ഫല്യഫ്റഹു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു വാചകത്തിന്റെ വിശദീകരണമായി ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന് അധികവും അവിടെ ക്രിസ്ത്യാനികളായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് ഇസ്ലാമിന്റെ കീഴിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഇറാഖ് എന്ന രാജ്യം കടന്നു വരുന്നത് വലിയ യുദ്ധവിജയങ്ങളിലൂടെ. ആ സമയത്ത് ഇറാഖിലെ ക്രിസ്ത്യാനികൾ, അന്യമതസ്ഥർ ഇസ്ലാമിക ഗവൺമെന്റിന് എന്ത് നൽകണം? ജിസിയ നൽകണം, നികുതി കൊടുക്കണം. ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ അവർ താമസിക്കണമെങ്കിൽ അവരുടെ സ്വത്തും അവരുടെ ശരീരവും എല്ലാ നിലക്കും അതിനുള്ള സുരക്ഷിതത്വം ഇസ്ലാമിക ഗവൺമെന്റ് എന്ത് ചെയ്യും? അവർക്ക് നൽകും. പക്ഷെ അവരെന്ത് ചെയ്യണം? പകരം ജിസിയ നൽകണം. ആ ജിസിയ ക്രിസ്ത്യാനികളും അവിടെ ഉണ്ടായിരുന്ന അന്യമതസ്ഥരും നിർബന്ധമായി നൽകേണ്ടതാണ്. മദീനയിലെ പട്ടിണിയും മദീനയിലുണ്ടായിരുന്ന ഒരു പട്ടിണിയുടെ കാലഘട്ടവും ഒക്കെ കൃത്യമായി അറിയുന്നവനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആമുർ റമാദ, പട്ടിണിയുടെ ഒരു കാലമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖിലാഫത്തിലെ 2 വർഷങ്ങൾ 6 മാസങ്ങൾ എണ്ണപ്പെടുന്നുണ്ട്. ആമുർ റമാദ. എന്താ റമാദ് എന്ന് പറഞ്ഞാൽ? ചാരം, ആഷ്, വെണ്ണീർ എന്നാണ് റമാദിനെ പറയാറുള്ളത്. ആമുർ റമാദ, റമാദയുടെ വർഷം എന്ന് ആ ഒരു കാലഘട്ടത്തിന് പറയാനുള്ള കാരണം, തിന്നാനില്ലാഞ്ഞിട്ട് കുടിക്കാനില്ലാഞ്ഞിട്ട് സുഭിക്ഷമായി അവരുടെ പട്ടിണി അടക്കാൻ കഴിയാതെ, തിന്നാൻ കഴിയാതെ പട്ടിണിയിൽ കഴിഞ്ഞവരുടെ മുഖങ്ങളും അവരുടെ ശരീരങ്ങളും റമാദ് പോലെ വിവർണമായിരുന്നു. കണ്ടാല് മുഖം മുഴുവൻ കരിവാളിച്ചവരെ പോലെ, ചില പ്രദേശങ്ങൾ കണ്ടാൽ തന്നെ കത്തിച്ചാമ്പലായ പ്രദേശങ്ങൾ പോലെ, വരൾച്ച കാരണം
വെള്ളം കിട്ടാഞ്ഞിട്ട് പുൽമേടുകളൊന്നുമില്ലാതെ വരണ്ട് കിടക്കുന്ന റമാദ് പോലെ, ചാരം പോലെ മദീനയുടെ ചില ഇടങ്ങൾ ഇങ്ങനെ കണ്ടു എന്നാണ്. വെള്ളമില്ല, ഭക്ഷണമല്ല, ഒന്നുമില്ല. ആ സമയങ്ങളിൽ പട്ടിണി കൊണ്ട് കരയുന്ന കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ഉമർ റളിയല്ലാഹു ചില തീരുമാനം എടുക്കണ്ടല്ല, ഈ വരൾച്ച മാറാതെ ഞാൻ എന്ത് ചെയ്യില്ല, എണ്ണ തേക്കൂല, ഈ വരൾച്ച മാറാതെ ഞാൻ സുഭിക്ഷമായി ഭക്ഷിക്കൂല. ഖലീഫയുടെ തീരുമാനങ്ങളും വർത്തമാനങ്ങളും ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഞാൻ ആ വലിയ സംഭവം പറയാനല്ല, നേരെ മറിച്ച് ആമുർ റമാദ അനുഭവിച്ചവരാണ് ഉമർ ഇബ്നു ഖത്താബ്. ആമുർ റമാദ അനുഭവിച്ചവരാണ് ഉമർ ഇബ്നു ഖത്താബിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളും. ആ ആമുർ റമാദ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇറാഖ് ഇസ്ലാമിന് കീഴിൽ വരുന്നത്. പട്ടിണി എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഉടുക്കാനില്ലാത്ത കാലഘട്ടം കൃത്യമായിട്ട് അവർക്കറിയാം. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇറാഖിൽ നിന്ന് അവിടുത്തെ അന്യമതസ്ഥർ അടച്ച നികുതി അല്ലെങ്കിൽ നികുതിയായി അടച്ച വസ്ത്രങ്ങളും ഭക്ഷണ പൊതികളും ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടി മദീനയിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ സേവകനും ചാടി പുറപ്പെട്ടു അതിന്റെ എണ്ണ ഇങ്ങനെ എടുക്കാൻ. അല്ലെ, ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലാണ് അവിടെ യുദ്ധം ജയിച്ചത്. ആ യുദ്ധം മുഴുവൻ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തു. അതിന്റെ എണ്ണം എടുക്കാൻ, അതിന് കൃത്യമായി എത്രയുണ്ടെന്നറിയാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഖാദിമും കൂടി ഇറങ്ങിയെന്നാണ്. ആ കാഴ്ച കണ്ടപ്പോ അരികത്തുണ്ടായിരുന്ന ഖാദിമ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സേവകൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി. സൂറത്ത് യൂനിസിലെ ആയത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫറഹു, അവര് സന്തോഷിക്കട്ടെ, മുഅ്മിനീങ്ങൾ ആഹ്ലാദിക്കട്ടെ. അള്ളാന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. പട്ടിണി കിടന്ന് വിശപ്പിന്റെ വേദന അറിഞ്ഞ മദീനക്കാർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാനും സുന്ദരമായി ഉടുക്കാനുമുള്ള ഏറ്റവും നല്ല വസ്ത്രങ്ങളുടെ കൂമ്പാരവും ഭക്ഷണ പൊതികളുമാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അദ്ദേഹം ആയത്തോതിയതാണ്. ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മുഅ്മിനീങ്ങൾ അതിനെയും കൊണ്ട് സന്തോഷിക്കട്ടെ, അവരൊരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ അതാണ് എന്ന സൂറത്ത് യൂനിസിലെ ആയത്തോതിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ കൈക്ക് കയറി പിടിച്ചു. കദബ്ത, നീ നോണ പറഞ്ഞു. കാരണം ആയത്തിനെ അറിയാതെ വ്യാഖ്യാനിച്ചു പോയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സേവകന്റെ കയ്യിനെ പിടിച്ചിട്ട് പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് നോണയം. ആ ആയത്ത് അതല്ല. ആ ആയത്ത് സമ്പത്ത് കിട്ടിയാൽ ആനന്ദിക്കാൻ പറഞ്ഞ ആയത്തല്ല. ആരാ സന്തോഷിക്കാതിരിക്കുക? പെട്ടെന്ന് ഒരു ദുരിതം പറ്റിയ നേരത്ത് വസ്ത്രവും ഭക്ഷണവും മറ്റു സമ്പത്തും ഇങ്ങനെ മുന്നിൽ വരുമ്പോ പറയും നമ്മൾ അൽഹംദുലില്ലാഹ്, അള്ളാന്റെ മുതലാണ്, അള്ളാഹ് തന്നതാണ്, അതാ അള്ളാന്റെ മുതൽ തന്നെ, അള്ളാന്റെ റഹ്മത്തുമാണ്. പക്ഷെ ആ ആയത്ത് എന്തല്ല, അത്ര സന്തോഷിക്കാൻ അള്ളാഹ് പറഞ്ഞത് ദുനിയവി വിഭവങ്ങളെ കൊണ്ടല്ല. കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, കദബ്ത ലൈസ ഹാദാ, ഇത് നീ പറഞ്ഞ പോലല്ല. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ആയത്തിനെ പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിന്റെ ആ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സേവകനെ പഠിപ്പിക്കുന്നു. തഫ്സീറിൽ എല്ലാ മുഫസ്സിറുകളും സൂറത്ത് യൂനിസിന്റെ ഈ 57-58 ആയത്തിന്റെ വിശദീകരണങ്ങളിൽ ഈ ചരിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. പറയാതെ പോയിട്ടില്ല. കാരണം എന്തിനാണെന്നറിയോ? ഖുർആൻ പഠനം എത്ര സന്തോഷമാണ് ഒരു മുഅ്മിനിന് സമ്മാനിക്കുന്നതെന്ന് അറിയിക്കാനാണ്. പട്ടിണിയുടെ കാലം അവിടെ സ്മരിച്ചതും പിന്നീട് സുഭിക്ഷത കടന്നു വന്നപ്പോണ്ടായിരുന്ന ആഹ്ലാദവും ആനന്ദവും വിശദീകരിക്കപ്പെട്ടതും അതിനും അപ്പുറമാണ് ഖുർആനിന്റെ ഒരു ഹർഫ് പഠിക്കുക എന്ന സന്തോഷത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്തിന്റെ തൊട്ടു മുകളിലുള്ള ആയത്തേതാൻ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു മൗഇദത്ത് കടന്നു വന്നിരിക്കുന്നു. എന്താ മൗഇദത്ത്? വഅദ്, ഉപദേശം. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു നാമമാണ് മൗഇദ. അള്ളാഹുവിന്റെ കിതാബിന്, അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹു നൽകുന്ന മറ്റൊരു പേരാണ് മൗഇദ. നമ്മുടെ മനസ്സുകളെ സംസ്കരിക്കുന്ന ഉപദേശം. ആ ഉപദേശം അള്ളാഹുവിൽ നിന്ന് വന്നിരിക്കുന്നു. വശിഫാ, ഹൃദയങ്ങൾക്ക് സമാധാനമേകുന്ന, ശമനമേകുന്ന അള്ളാഹുവിന്റെ ശാന്തിയാണ്, അള്ളാഹിന്റെ ശിഫയാണ്, അള്ളാഹിന്റെ മൗഇദത്താണ്.
അതിതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഷിഫ എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് വാക്ക് അവിടെ നിർത്തിയില്ല. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ളതിന് അത് ശമനമാണ്. ഹൃദയങ്ങളിലുള്ളത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, വിദ്വേഷം, പക, വെറുപ്പ്, അതല്ലെങ്കിൽ മടി, അലസത, നിഫാഖ്, റിയാ, അല്ലെ, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന അസൂയ, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണ്. ഈ അസുഖത്തിന് ശമനമാണ് അള്ളാന്റെ കലാം എന്നാണ്. അള്ളാഹുവിന്റെ കലാം അവതരിച്ചതിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഓതി കൊടുത്തു. ആയത്ത് തീർന്നിട്ടില്ല. വഹുദൻ വറഹ്മ, ഈ കലാം അള്ളാഹുവിന്റെ മുബാറക്കായ ഈ കിതാബ് അത് സന്മാർഗമാകുന്നു. വറഹ്മത്തുൻ, അത് കാരുണ്യവുമാകുന്നു. ആർക്കാണ് ആ ആയത്ത് അള്ളാഹ് നിർത്തിയത്? ആ വാക്ക് കേട്ട നമ്മുടെ ഹൃദയം തുടിക്കും. വറഹ്മത്തുൻ, അത് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് കാരുണ്യമാൻ, സന്മാർഗമാണ്, അവർക്ക് മൗഇദത്താൻ, അവർക്ക് ശിഫയാൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ആയത്താൻ കുൽ, ഇനി നബിയെ ഓതിക്കൊടുക്കണം, നബിയെ ഇനി അവരോട് പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹൂ, ആ അവകളെ കൊണ്ട് അവർ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ, ആഹ്ലാദിക്കട്ടെ, സെലിബ്രേറ്റ് ചെയ്യട്ടെ. നബിദിനത്തിന് ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നത് ഇതാണ്. പക്ഷെ നബിന്റെ വരവല്ല അവിടെ പറഞ്ഞത്. നബിയുടെ ജനനാണോ അവിടെ പരാമർശിക്കപ്പെട്ടത്? അല്ല. പക്ഷെ ഇത് നബിയുടെ ജനനം, ജന്മദിനം എന്നുള്ള നിലക്ക് ഇതിന് ദുർവ്യാഖ്യാനിക്കണ കാണാം. പക്ഷെ ഈ ആയത്തിനെ കൃത്യമായിട്ട് ആര് വ്യാഖ്യാനിച്ചു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സേവകൻ വ്യാഖ്യാനിച്ചു കൊടുത്ത രംഗം ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തഫ്സീറുകൾ എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നബിയുടെ ജന്മദിനത്തിന് തെളിവല്ല. ഇതിപ്പോ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കുറെ കേട്ടും ചെയ്തതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അള്ളാഹിന്റെ ഫദ്ലാണ്, അള്ളാഹിന്റെ റഹ്മത്താൻ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ ഓരോ വാക്കും, ഓരോ ഹർഫും, ഓരോ അലിഫാകട്ടെ, ലാമാകട്ടെ, മീമാകട്ടെ, ഓരോന്നും അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ റഹ്മത്താൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയാണ്. പക്ഷേ ഇന്നത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പരിശോധിച്ച് നോക്കി നിങ്ങൾ. ഏറ്റവും കൂടുതൽ ആനന്ദവും ആഹ്ലാദവും മുസ്ലിമീങ്ങൾ കാണിക്കുന്ന എന്തിനാ? ഭൗതിക കാര്യങ്ങളിലേക്കാരം. ഒന്നുകിൽ സമ്പത്ത്, അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ പ്രസിദ്ധി, അല്ലെങ്കിൽ അവര് നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ, അവര് നേടിയെടുത്ത സൗകര്യങ്ങൾ, ഇതിലേക്കാണ് ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും സമാധാനവും. പക്ഷെ അല്ല, റബ്ബ് പറയുന്നു മുഅ്മിനീങ്ങൾ സന്തോഷിക്കേണ്ടത് ഖുർആനിനെ കൊണ്ടാണ്. ഖുർആന്റെ ഒരു സദസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നണം. ഖുർആൻ വിശദീകരിക്കപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അതിൽ ഇഷ്ടം വരണം. എന്തിനേക്കാളും സെലിബ്രേറ്റ് ചെയ്യാൻ അവൻ ശ്രമിക്കേണ്ടത് ഖുർആനിനെയാണ്, ഖുർആന്റെ പഠനത്തെയാണ്. നമ്മളൊക്കെ പറയും നമ്മൾ ഖുർആന്റെ അനുയായികളാണ്. പക്ഷെ ഞാനും നിങ്ങളും ഖുർആനുമായുള്ള ബന്ധം എന്താണ്? നമ്മൾ അല്ലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളോട് ഒരുമിച്ച് കൂടും, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസങ്ങൾ നമ്മൾ അവിടെ ഒരുമിച്ച് കൂടും. നമുക്ക് മുൻഗാമികളായ ചില ആൾക്കാരെ കാണാൻ കഴിയും. അവരും ഖുർആനും തമ്മിലുണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു. ഇപ്പൊ ഇതിനെന്നെ ആൾക്കാർക്ക് നേരമില്ല, അല്ലെ? ഇത്തരം സംഭവങ്ങൾക്കും സംരംഭങ്ങൾക്കും തന്നെ കൊടി പിടിക്കാനോ, അതല്ലെങ്കിൽ അതിനുവേണ്ടി സേവനം നടത്താനോ, അല്ലെങ്കിൽ അത്തരം കൂട്ടായ്മകളിൽ ചേരാനോ, സ്വന്തം കാര്യങ്ങളും സ്വന്തം തീരുമാനങ്ങളും സ്വന്തം തൊഴിലും സ്വന്തം അധ്വാനങ്ങളും മാത്രമായിട്ട് കടന്നു പോകുന്നവരെ ഭൂരിഭാഗവും. പക്ഷെ അതിൽ ചില ആളുകൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളിലേക്ക് വരുന്നത് അത് ഈ ഒരു അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും ഉദ്ദേശിച്ചിട്ട് തന്നെ ആ റഹ്മത്തിനെയും ആ ഫദ്ലിനെയും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാവട്ടെ. ആ ആയത്ത് നിൽക്കുന്നത് ഇങ്ങനെയാണ്, അവര് സന്തോഷിക്കട്ടെ, ദുനിയാവിൽ അവരെന്തൊക്കെ ഒരുമിച്ച് കൂട്ടിയാലും, ദുനിയാവിൽ അവരെന്തൊക്കെ വാരിക്കൂട്ടിയാലും, ദുനിയാവിൽ അവരെന്തൊക്കെ തന്നെ സമ്പാദിച്ചു നേടിയാലും അതിനേക്കാളും ഖൈർ അള്ളാന്റെ ഫദ്ലാണ്, അതിനേക്കാളും ഖൈർ അള്ളാന്റെ റഹ്മത്താൻ. അതേതാണ്? അള്ളാന്റെ മൗഇദത്ത്, അള്ളാഹുവിന്റെ ഹുദ, അള്ളാഹുവിന്റെ ശിഫ. വിശുദ്ധ കലാം എന്ന സാരം, അള്ളാഹുവിന്റെ സംസാരം എന്ന സാരം, വിശുദ്ധ ഖുർആനിന്റെ ഫദ്ല് പറയാൻ ഇനി വേറൊരു ആയത്ത് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. ഖുർആൻ പഠിതാക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് ആ ഒരു സംസാരം. ഏറ്റവും വലിയ പരോപകാരി ആരായിരിക്കും? ഖുർആൻ പഠിക്കുന്നവനാണെന്ന്. പല കാര്യങ്ങളിലും, ചാരിറ്റികളിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സേവനങ്ങളിലും ഒക്കെ തിരക്ക് പിടിച്ച ആളുകളെ കാണാൻ കഴിയും. പക്ഷെ അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ പരോപകാരി ഖുർആൻ പഠിക്കുന്ന ആളാകുമെന്നാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്നവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ നോക്കിയാൽ പല നാടുകളിലേക്കും റസൂലുള്ള അമീറന്മാരെ നിയോഗിക്കും. അമീറന്മാർ എന്ന് പറഞ്ഞ നേതാക്കന്മാർ അല്ലെ. ചില നാടുകളിലേക്ക് അവിടുത്തെ സക്കാത്താകട്ടെ, ഇനി അതല്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാവട്ടെ, പല കാര്യങ്ങളിലേക്കും അമീറന്മാരെ റസൂലുള്ള നിയോഗിക്കും. ആ സമയത്ത് റസൂലുള്ള തിരയുന്ന, റസൂലുള്ള വെക്കുന്ന ഒരു നിബന്ധന എന്താണെന്നറിയോ? അയാൾക്ക് എത്ര ഖുർആൻ അറിയുന്ന, അയാൾക്ക് എത്ര ഖുർആൻ. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായിരുന്നു. ഇത് ബഅസൻ അമറ അലൈഹിം മൻ യഹ്ഫദു സൂറത്തുൽ ബഖറ. ഒരാൾ അമീറായി റസൂലുള്ള എവിടേക്കെങ്കിലും പറഞ്ഞയക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് സൂറത്തുൽ ബഖറ അറിയുമായിരുന്നോ എന്ന് റസൂലുള്ള നോക്കുന്നുണ്ട്. അറിയാന്ന ഹിഫുലാക്കിയിരുന്ന സൂറത്തുൽ ബഖറ ഹിഫുലാക്കിയവനെ റസൂലുള്ള അമീറാക്കുമായിരുന്ന. ഒരു അമീറാണ് ജനങ്ങൾക്ക് ഉപകാരിയാവുക. നമ്മുടെ എല്ലാത്തിനും തലപ്പത്ത് നമ്മളുണ്ടാവും അല്ലെ, ഭരണാധികാരികളായിട്ട് എല്ലാത്തിന്റെ നേതൃത്വത്തിൽ നമ്മളുണ്ടാവും. പക്ഷെ ഖുർആൻ പഠിക്കാൻ നമ്മൾ വട്ടപൂജ്യമാണെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിൽ നമ്മൾ വരാതിരിക്കുന്നവനാണെങ്കിൽ നമ്മളൊരു അമീറല്ല, നമ്മളൊരു നേതാവല്ല. ഒരു നേതാവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലാന്റെ റസൂൽ പഠിപ്പിച്ച എന്താ? പറഞ്ഞേക്കുമ്പോ സൂറത്തുൽ ബഖറ ഹിഫ്ളുണ്ടോ എന്നാണ്. അയാള് വിശുദ്ധ ഖുർആനോട് കാണിക്കുന്ന ആ ഒരു താല്പര്യമാണ് ഒരാൾക്ക് ഹിഫ്ളാക്കാനല്ല, അധ്വാനാണ് അയാൾ ഹിഫ്ളാക്കാം. പക്ഷെ അമീറന്മാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്വാളിറ്റി അളന്നിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര ഈ ഒരു ഗൗരവത്തിൽ ഈ ഒരു നബി വചനത്തെ കാണണം, എത്ര ഗൗരവത്തിൽ നമ്മൾ ഇതിനെ കാണണം. ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുത്തവരാ. സ്വന്തം കുടുംബത്തിൽ അമീറല്ലേ നമ്മള്. വേറെ സംഘടന അതിൽ വേറെ ഏതെങ്കിലും ഇതാണെന്നൊന്നും ഞാൻ പറയില്ല. സ്വന്തം കുടുംബത്തിലെ അമീർമാരല്ലേ നമ്മള്. ആ ഒരു കുടുംബത്തെ നല്ല നിരക്ക് നയിക്കണമെങ്കിൽ നമുക്ക് ഹിഫ്ള് ഉണ്ടാവണം എന്നാ, നമുക്ക് ഖുർആന് മനസ്സിലുണ്ടാവണം. എത്ര സൂറത്ത് നമുക്ക് ഹിഫ്ളുണ്ട്? ആകെ എന്നും ചെറിയ ചെറിയ സൂറത്തുകൾ ഹിഫ്ളാക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. പലപ്പോഴും പറയും എന്റെ തൊടിയില് എന്റെ തിരക്കുകൾ, ഇതിന്റെ ഇടയിൽ എനിക്ക് ഹിഫ്ളാക്കാൻ നേരമില്ല. പിന്നെ ചില ആൾക്കാർ പറഞ്ഞൊരു ന്യായം എന്താ പറയുക, എനിക്ക് പ്രായമായി പഠിച്ചാൽ തലേ കയറൂല. ചില ആൾക്കാർ പറയുന്നത് എന്താ, ഞാൻ പണ്ടേ സ്കൂളിൽ പഠിക്കാൻ ബാക്കില്ല, പ്രത്യേകിച്ച് ഹിഫ്ളിന്റെ കാര്യത്തിൽ എനിക്ക് നടക്കൂല എന്നാണ്. പക്ഷെ അതൊന്നും ഒരു തടസ്സല്ല. കാരണം അള്ളാഹ് റഹ്മത്താണ്, അള്ളാഹ് ഫളിലാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ കലാമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും അല്ലെ. ഒന്ന് ഇരിക്കാൻ മടിയും അലസതയും പല ന്യായങ്ങളും ദുർന്യായങ്ങളും മുന്നിൽ നിരത്താൻ ഒരു പക്ഷേ നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും കലാമിനെ ജനങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചവനാ റസൂലുള്ളാഹ്. നമ്മളോട് ഒരിക്കലും ബുദ്ധിമുട്ട് കൽപ്പിച്ചവനല്ല, നമ്മളോട് ഏറ്റവും താല്പര്യവും അനുകമ്പയും കാണിക്കുന്നവനാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ നടപടിയാണ് ഹിഫ്ളുള്ളവനെ അമീറാക്കുക, ഹിഫ്ളുള്ളവനെ നേതാവാക്കുക, അഥവാ ഹിഫ്ളുള്ളവനെ പരിഗണിക്കുക. ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അത് മുഴുവൻ ഹിഫ്ളാക്കാൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം ഓരോ ദിവസമെങ്കിലും ഒരായത്ത് വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? ഹിഫ്ളാക്കണമെന്നാണ്. ഹിഫ്ളാക്കാനുള്ള ശ്രമം നടത്തണം. ഇന്നത്തെ സംസാരം അതിനുള്ളൊരു പുതിയ തുടക്കമാകട്ടെ. നമ്മൾ പഠിച്ച ഹിഫ്ളുകളെ തട്ടിയെടുക്കാൻ അല്ലെ, ഒന്നുകൂടി തട്ടിക്കൊട്ടിയെടുക്കാനും ഈ സംസാരം നിമിത്തമാകട്ടെ. ഇനിയുള്ള സദസ്സുകളിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ഹദീസ് കാരണമാകട്ടെ. ഹിഫ്ളിന്റെ വിഷയത്തില് ഇതിങ്ങനെ പാരായണം ചെയ്ത് ഇപ്പോ മഹാനായ അബ്ദുറഹ്മാൻ അസ്സുലമി പ്രസിദ്ധനായ താബിഈ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട്. അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ഹാരിസയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട്. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്നുള്ളൂ. ഖുർആൻ പഠിച്ചത് ആരിൽ നിന്നാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആ ഹദീസ് റിവായത്ത് ചെയ്തത് മൂപ്പരാണ്. അബ്ദുറഹ്മാൻ അസ്സുലമി ഇറാഖുകാരനാണ്, ബസറക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം മുസ്ലിം ഒരു സംഭവം അതിന്റെ താഴെ ചേർത്തത് കാണാൻ കഴിയും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഉത്കൃഷ്ടൻ ഖുർആൻ പഠിച്ചവനും പഠിപ്പിക്കുന്നവനുമാണ്. ഇത് എല്ലാ ഖുർആൻ ക്ലാസ്സിലും അതല്ലെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും നമ്മൾ കേൾപ്പിച്ച് മനഃപ്പാഠമാക്കി തന്ന നബിവചനമാണ്. പക്ഷേ അതിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. അദ്ദേഹം പറയാൻ, ഈ ഹദീസാണ് എന്നെ 40 കൊല്ലം ബസ്രയിലെ പള്ളിയിൽ ഇരുത്തിയത്. ഒരു പള്ളിയിൽ 40 വർഷം ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് തന്നെ ഇരുത്തിയത് എന്നാണ്. ഖുർആൻ പഠിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹിഫ്ള് ഇങ്ങനെ കേൾപ്പിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം സെയ്ദ് ഇബ്നു സാബിത്തിനും അതിന്റെ ഉസ്മാൻ കഴിഞ്ഞാൽ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ അരികിൽ ചെന്ന് 13 തവണ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? പാരായണം ചെയ്തു കൊടുത്ത് എല്ലാ തെറ്റും കുറ്റങ്ങളൊക്കെ പരിഹരിച്ച് ഖുർആൻ പാരായണം നന്നാക്കിയിട്ടുണ്ടെന്നാണ്. നമ്മൾ എത്ര വട്ടം ഖുർആന്റെ തെറ്റ് തിരുത്താൻ ഇരുന്നിട്ടുണ്ട് ഈ ആയുസ്സിൽ?
എന്നാലോചിക്ക അതിന്റെ ഇടയിൽ അല്ലെ നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ച ആയത്തിനെ തന്നെ നന്നാക്കാനുള്ള ഒരു ശ്രമം. നമ്മുടെ മടിയാണ്, അലസത, ആരും കുറ്റപ്പെടുത്തല്ല, അലസതയാണ്, മടിയാണ്. പ്രത്യേകിച്ച് മലയാളികളെ നമ്മളിന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒക്കെ തിരക്കുള്ള ആൾക്കാരാ, എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്ക് ഭൗതികമായ തിരക്ക് അള്ളാഹു പരീക്ഷിക്കാൻ, അള്ളാന്റെ പരീക്ഷണമാണ്. ഭൗതികമായ തിരക്കുകളിൽ ഒരാൾ ചേക്കേറുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ പരീക്ഷണമാണ്. ഭൗതികമായ വിഭവങ്ങൾ അള്ളാഹ് അയാൾക്ക് ഇട്ടുകൊടുത്തത് അയാളെ പരീക്ഷിക്കാനാണ്. ആ പരീക്ഷണത്തിൽ അയാൾ പരാജിതനാണ്. ഭൗതികമായ കാര്യങ്ങളിൽ തിരക്ക് പിടിക്കാൻ പാടില്ല. തിരക്ക് പിടിക്കേണ്ടത് ഏതിനാണ്? ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഭൗതിക വിഭവങ്ങളിൽ നിങ്ങൾ ഓടി നടക്കരുത്, മെല്ലെ മെല്ലെ എടുത്താൽ മതി എന്ന് നമ്മൾ ഇടക്കിടക്ക് വിശദീകരിക്കാറുള്ളത്. ബാക്കിയുള്ള പരലോക വിഷയങ്ങളെ സംബന്ധിച്ച് വസാരിഉ വസാബിഖു എന്നുള്ള പ്രയോഗങ്ങളാ. നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ ധൃതി കാണിക്കൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വറഹ്മ, റബ്ബിന്റെ റഹ്മത്ത്, റബ്ബിന്റെ മഗ്ഫിറത്ത്, റബ്ബിന്റെ ഫദ്ല്, റബ്ബ് നൽകുന്ന നിഅമത്ത്, ഇതിനൊക്കെ നിങ്ങൾ ഓടണം, പായണം എന്നാണ് അള്ളാന്റെ സംസാരം. പക്ഷെ ഭൗതിക വിഭവങ്ങൾ നടന്നപ്പോൾ എന്താ പറയുക? വന്തശിറു ഫിൽ അർദ് വബ്തഗു മിൻ ഫദ്ലില്ലാ, ഭൂമി കൂടെ നടന്നോളി, മാത്രമല്ല അള്ളാന്റെ മുതൽ ആഗ്രഹിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ കുതിക്കൂ, പായൂ, അതിന് മത്സരിക്കൂ എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഭൗതിക വിഭവങ്ങളെ സംബന്ധിച്ച് അല്ല പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഇത്തരം കാര്യങ്ങളിലാണ്. അള്ളാന്റെ സംസാരം മുഴുവൻ എന്താണ്? വസാരിഉ വസാബിഖു എന്നുള്ള നിലക്കാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഈ അബ്ദുറഹ്മാൻ ഇബ്നു സുലൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം 40 കൊല്ലം ആ പള്ളിയിൽ ഇരുന്നത് ഖുർആൻ പഠിപ്പിക്കാനാണ്. ഒരു ദിവസം 2 or 3 ആയത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ട് മനഃപ്പാഠമാക്കിയത്. 40 കൊല്ലം എന്ന് പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭരണകാലം കഴിഞ്ഞു. അതിനുശേഷം ആര് ഭരണത്തിൽ വന്നു? അലി റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നു. 4 വർഷത്തോളം അലി റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടുണ്ട്. ആ അലി റളിയല്ലാഹു അൻഹു ഭരണം കഴിഞ്ഞിട്ട് ആര് വന്നു? കുറച്ചൊരു ഹ്രസ്വകാലം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഭരണത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് അത് ഉമവിയ്യ ഭരണകൂടത്തിലേക്ക് മാറി. ഉമവിയ്യ ഭരണകൂടത്തിലെ പ്രസിദ്ധനായ മുആവിയ റളിയല്ലാഹു അൻഹു 2-2.5 വർഷക്കാലം ഭരണം നടത്തി. മുആവിയന്റെ മകൻ ഭരണം നടത്തി. അതിനുശേഷം പലരും ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലപ്പത്ത് വന്നു. ഒടുവിൽ വേറൊരാളും കൂടി വന്നു, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഖലീഫ അല്ല, പക്ഷെ ഖലീഫയുടെ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ ട്രംപ് കാർഡായിരുന്നു, തുറുപ്പ് ചീട്ടായിരുന്നു. കാരണം അന്നത്തെ എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളെയും അടിച്ചമർത്താൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ചരിത്രം പറയാനല്ലോ നേരെ. ആ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഭരണം നടത്തുന്ന ആ ഒരു കാലയളവിൽ പോലും പള്ളിയിൽ ഇരുന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന, അപ്പൊ എത്ര ആളുകളുടെ തലമുറ ഇദ്ദേഹം വെറും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു? 40 കൊല്ലം എന്ന് പറയുമ്പോ 4 പതിറ്റാണ്ടോളം പല ഭരണാധികാരികൾക്ക് കീഴിൽ ഭരണാധികാരികൾ മാറി മാറി വന്നപ്പോഴും ഇദ്ദേഹത്തെ ഇരുത്തിക്കളഞ്ഞത് ഒറ്റ ഹദീസാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇതൊക്കെ നമ്മൾ പലവട്ടം പല ഖുതുബകളിൽ കേട്ടിട്ടും പല പ്രഭാഷണങ്ങളിൽ നമ്മൾ അതിനെ കാതോർത്തിട്ടും എത്രമാത്രം ഖുർആനിന് വേണ്ടി അത് നമ്മളെ ഇരുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സംസാരത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന്. ഖുർആനിന് വേണ്ടി ഇരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഖുർആനിനെ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതിനെ കൃത്യമായി അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും ഒക്കെ ഉണ്ടാവുന്നല്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഉമറിന്റെ ഭരണ കാലഘട്ടത്തിൽ ചില കൂടിയാലോചന നടക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൂടിയാലോചന നടക്കണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പരിഗണിച്ചിരുന്നത് ഖുർആൻ ഹിഫ്ളുള്ള ആളുകളെ, ഖുർആൻ പഠിച്ച ആളുകളെ. ഖുർആനിൽ വിവരമുള്ള ആളുകളുടെ വാക്കുകൾക്ക് എന്തുണ്ടാവും? അവരുടെ വാക്കുകൾക്ക് കൃത്യമായ വ്യക്തത ഉണ്ടാവും. ഖുർആൻ പഠിക്കുന്ന, ഖുർആന്റെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ സംസാരങ്ങൾ നല്ല പക്വമായ സംസാരങ്ങളായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും. അവരുടെ ഓരോ സംസാരങ്ങളും മറ്റുള്ളവർക്ക് എല്ലാ നന്മകളും നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കൂടിയാലോചന നടത്താൻ തീരുമാനിച്ചാൽ ആദ്യം വിളിച്ചു കൂട്ടിയിരുന്നത് ഖുർആനിൽ അറിവുള്ള ആളുകളെ ആയിരുന്നു എന്നാണ്. അതിലും പ്രത്യേകം ചെറുപ്പക്കാരെ, ഖുർആൻ അറിയുന്ന ചെറുപ്പക്കാരെ ഉമറിന്റെ സന്നിധിയിൽ ഉമർ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്നു എന്നെല്ലാം ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു ഗുണം, നല്ല അഭിപ്രായം പറയാൻ നമ്മളെ പ്രാപ്തമാക്കും. തഫ്സീർ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കാണുന്നത് ഖുർആന്റെ ഓരോ വിശദീകരണമല്ലേ. നമ്മൾ പലപ്പോഴും പറയും മറ്റുള്ളവരെ വിമർശിക്കുക, മറ്റുള്ളവരുടെ ആദർശ പാപ്പരത്വത്തെ തുറന്നു കാണിക്കുക. അങ്ങനെ തുറന്നു കാണിക്കുക ആളുകൾ ആക്ഷേപിക്കേണ്ട ഒരു ആവശ്യമില്ല. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ,
ഖുർആന്റെ ആയത്തിന്റെ ഓരോ വിശദീകരണം, വ്യാഖ്യാനങ്ങൾ, കൃത്യമായ വ്യാഖ്യാനങ്ങൾ നൽകിയാൽ അത് നൂറാണ്, അത് പ്രകാശമാണ്. അത് ഉള്ളിലേക്ക് കയറുമ്പോൾ, അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് കയറുമ്പോൾ ആ മനസ്സിലുള്ള എല്ലാ ഇരുട്ടും അന്ധകാരവും എന്ത് ചെയ്യും? നീങ്ങും. വെളിച്ചം കയറുമ്പോ എന്താകും? പൊതുവെ അവിടെയുള്ള ഇരുട്ട് പോകും, അല്ലെ? അവിടെയുള്ള അജ്ഞത പോകും, മറയും. അപ്പൊ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. വേറുള്ള വിമർശനങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല, കാതോർക്കേണ്ടതില്ല. അല്പസമയം കൃത്യമായി ഖുർആൻ കേൾക്കാൻ നിന്നാൽ തന്നെ ഏറ്റവും നല്ല പ്രകാശം അള്ളാഹുവിന്റെ നൂർ എന്നാണ് വേദഗ്രന്ഥത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിൽ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്, അല്ലെ? അള്ളാഹിന്റെ നൂറാണ്, പ്രകാശമാണ് എന്നാണ്. അങ്ങോട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കുറെ നമ്മൾ പറഞ്ഞു. ഏതായാലും മാഷാ അല്ലാഹ് ഖുർആനെ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് അയാളുടെ നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉന്നതി, അല്ലെ? എല്ലാവർക്കും കുറച്ചൊരു നല്ല ഒരു പദവി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഖുർആൻ പഠിതാക്കൾക്ക് ഏറ്റവും നല്ല പദവിയാണ് ദുനിയാവിലും ഉണ്ടാവുക, ആഖിറത്തിലും ഉണ്ടാവുക. ദുനിയാവിലും ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒറ്റ തെളിവും കൂടി പറഞ്ഞിട്ട് നിർത്താം. മഹാനായ ഉമർ റളിയല്ലാഹു തന്നെ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നാഫി ഇബ്നു അബ്ദുൽ ഹാരിസിനെ കണ്ടു. താബിഈൻ, സഹാബിയല്ല. നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് അദ്ദേഹത്തെ കണ്ടു. എവിടെ വെച്ച്? ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ഹദീസ് ക്ലാസ്സിലൊക്കെ ഉള്ളവർ ഉസ്ഫാൻ എന്നുള്ള സ്ഥലം സുപരിചിതമായിരിക്കാം. ഉസ്ഫാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ആ ഉസ്ഫാനിൽ വെച്ച്, അസഫാൻ എന്നും അതിന് പേര് പറയാറുണ്ട്, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കണ്ടുമുട്ടി, ഈ താബിഈനെ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു കാന യസ്തഅമിലു അലാ മക്ക, മക്കയുടെ ആമിലായിട്ട് പലപ്പോഴും ഈ താബിഈയെ നിർണയിക്കാറുണ്ട്. മക്കക്കാരുടെ കാര്യം നോക്കാനും അവരുടെ സക്കാത്തും അവരുടെ മറ്റു വിഷയങ്ങൾക്കൊക്കെ ആമിലായിട്ട് ഈ നാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറഞ്ഞേക്കാറുണ്ട്. ആ സമയത്ത് മക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അഥവാ അൽ വാദി, അല്ലെ? മക്കയുടെ ഒരു വാദം, അഹ്ലുൽ വാദി, വാദിക്കാരുടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ആരെയാണ് താങ്കൾ ഇപ്പോൾ നിയോഗിക്കാറുള്ളത്? സക്കാത്ത് പിരിക്കാനും അതുപോലെ തന്നെ ദീന് പഠിപ്പിച്ചു കൊടുക്കാനും ആമിലായിട്ട് നാഫിയെ നീ ആരെയാണ് ഏൽപ്പിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ. ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞാൻ അതിപ്പോ ഏൽപ്പിക്കാറുള്ളത്. മൻഹു, ആരാണ് ഇബ്നു അബ്സ? ഇബ്നു അബ്സ ആരാൻ എന്ന് പറഞ്ഞപ്പോ ഖാല മൗലം മിൻ മവാലീന, ഞങ്ങളുടെ മൗലകളിൽപ്പെട്ട ഒരാളാണ്. മൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ, അല്ലെ? അടിമകൾക്ക് മോചനം ലഭിക്കപ്പെട്ട കഴിഞ്ഞാൽ അവരാരാൻ? മൗലയാണ്. ആരാണോ മോചിപ്പിച്ചത് ആ മോചിപ്പിക്കപ്പെട്ട കുടുംബത്തിലേക്ക് അയാളെ ചേർത്ത് പറയണം. അതാണ് വലായത്ത്. നമ്മള് കഴിഞ്ഞ ഹദീസ് ക്ലാസ്സിൽ ആ ഒരു സംഭവം വിശദീകരിച്ചത് ഓർമ്മ ഉണ്ടാകും. മവാലി, അല്ലെ? മവാലി അഥവാ അടിമകൾക്ക് അടിമ മോചനത്തിന് ശേഷം പറയപ്പെട്ടിരുന്ന പേരാണ് മൗല. അപ്പൊ ഈ മൗലകൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മൗലകളിൽ ഒരാളാണ് ഈ പറയപ്പെട്ട ഇബ്നു അബ്സ എന്ന് പറഞ്ഞപ്പോ ഖാല ഫസ്തഖ്ലഫ്തും അലൈഹിം മൗല, ഈ വാദിക്കാരുടെ മേലൊരു ഖലീഫയായിട്ട് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് നിങ്ങൾ നിയോഗിച്ചത് ഒരു അടിമനാണോ, ഒരു മൗലനയാണോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉമർ റളിയല്ലാഹുവിനോട്, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് നന്നായി പാരായണം ചെയ്യുന്ന ആളാണത്. ഹിഫ്ളുള്ളാണെന്നല്ല, നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന ആളാണ് അദ്ദേഹം. ഖാല ഉമർ, അന്നേരം ഉമർ പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, എന്നാൽ അറിഞ്ഞോ, നീ പഠിച്ചു വച്ചോ, തീർച്ചയായും നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ, തീർച്ചയായും അല്ലാഹു ഈ കിതാബിനെ കൊണ്ട് ചില ആളുകളെ ഉയർത്തും. അല്ലാഹു അവർക്ക് എല്ലാവിധ ഇസ്സത്തും നൽകും, പ്രതാപം, ശക്തി, എല്ലാവിധ അധികാരം, എല്ലാവിധ ഉന്നതികളും അല്ലാഹു അവർക്ക് നൽകും. എന്നാൽ വയളഉ ബിഹി ആഖരീൻ, ഖുർആനെ കൊണ്ട് ചില ആളുകൾ അല്ലാഹു താത്തിക്കളയും. എന്താ ഖുർആനെ കൊണ്ട് താത്തിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കിട്ടിയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞടന്നാൽ, ഇത് കിട്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ, ഖുർആനെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ പഠിക്കാതിരുന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അയാൾ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നാണ്. ഭൗതികമായ നേട്ടങ്ങളില്ല, അതുപോലെ തന്നെ ബർസഖിലെ നേട്ടങ്ങളില്ല, പാരത്രികമായ ഒരു വിജയവും അയാൾക്കില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു വിശേഷിപ്പിച്ചത് വഇന്നഹു ലകിതാബുൻ അസീസ്, തീർച്ചയായും ഇത് അസീസായ കിതാബ്. എന്താ അസീസ്? പ്രതാപം നിറഞ്ഞ ഗ്രന്ഥാണ്. ഇസ്സത്ത് വേണോ നമുക്ക് ജീവിതത്തിൽ? ഇസ്സത്ത് വേണോ?
കിതാബിനെ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം, സ്വീകരിക്കണമെന്നാണ്. അതിന് നമ്മൾ ഇപ്പോൾ നടത്തുന്ന എഫേർട്ടിനേക്കാൾ ഇനിയും കൂടുതൽ ശ്രമങ്ങൾ, അധ്വാനങ്ങളും വിശുദ്ധ ഖുർആന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാം. ഒരു ക്ലാസ്സുകളിലേക്ക് അത്തരം വർത്തമാനങ്ങൾ എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ വിമലീകരിക്കുന്നതാകട്ടെ, ഖുർആൻ പഠിക്കാൻ നമ്മളെ ആവേശത്തിലാഴ്ത്തുന്നതാകട്ടെ, ഖുർആന്റെ കാര്യത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ. അള്ളാഹുവിന്റെ ഈ റഹ്മത്തിനെ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷമായി മരണം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രകാശമായി ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അധ്വാനങ്ങൾ സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി കാണിക്കുന്ന താല്പര്യങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന, ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഇസ്സത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാലും ജീവിതത്തിൽ പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ കടന്നു വരുന്നവരാണ്. അലസതയുടെ, അജ്ഞതയിലൂടെ ഒക്കെ, അറിവില്ലായ്മയിലൂടെ തിന്മകൾ വലുതും ചെറുതുമായി കടന്നു വരുന്നവരാണ്. അള്ളാഹുവേ, നീ അവ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. നിന്റെ ഏറ്റവും വലിയ മഗ്ഫിറത്ത് നൽകി റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. നിന്റെ റഹ്മത്ത് സദാ ഞങ്ങളിൽ വർഷിപ്പിക്കണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങൾ റബ്ബേ നീ അകറ്റി കൊടുക്കണേ. കഷ്ടപ്പാടുകളിൽ നിന്ന് അവർക്ക് ഏറ്റവും വലിയ പോംവഴി റബ്ബേ നീ പ്രദാനം ചെയ്യണേ. കടം കൊണ്ട് പൊറുതിമുട്ടിയവരുടെ കടം ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാനുള്ള തൗഫീക്ക് നൽകണേ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ഇടങ്ങളിലും ഒക്കെയുണ്ട്. അള്ളാഹുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കട്ടെ. ആ അസുഖങ്ങളിൽ നിന്ന് അവർക്ക് സമാധാനം നൽകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരട്ടെ. വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. ഞങ്ങളുടെ സദസ്സുകളെ റബ്ബേ നീ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങളുടെ അധ്വാനങ്ങളെ സ്വീകരിക്കണേ. നല്ല പ്രതിഫലം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.